ക്ലാസ് +1 കമ്പ്യൂട്ടർ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന ചാപ്റ്ററിലെ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ എവല്യൂഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. നമുക്കറിയാം കമ്പ്യൂട്ടറിന്റെ ഒരു എവല്യൂഷൻ അല്ലെങ്കിൽ ഒരു പരിണാമം സ്റ്റാർട്ട് ചെയ്തത് തന്നെ 16th സെഞ്ചുറിയിലാണ്. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരുപാട് കാലങ്ങൾ കഴിയുന്തോറും കമ്പ്യൂട്ടറിന്റെ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സിൽ അല്ലെങ്കിൽ ടെക്നോളജിക്കലായിട്ട് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അങ്ങനെ ചേഞ്ചസ് വന്നിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറീസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ജനറേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദ ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ഈസ് ഡിവൈഡഡ് ഇൻടു വേരിയസ് ജനറേഷൻസ്. അങ്ങനെ വന്ന ജനറേഷൻസിലുള്ള കമ്പ്യൂട്ടേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ, ലാസ്റ്റ് വൺ ഫിഫ്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. 5 ജനറേഷനിലായിട്ടാണ് ഈ കമ്പ്യൂട്ടേഴ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് 1940 to 1956 വരെയുള്ള കാലഘട്ടം. 1940 to 1956 വരെയുള്ള കാലഘട്ടത്തെ കമ്പ്യൂട്ടേഴ്സിനെയാണ് ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡ് ജനറേഷൻ ആണ്. 1956 to 1963 വരെയുള്ള കാലഘട്ടം. 1956 to 1963 വരെയുള്ള കാലഘട്ടത്തെ കമ്പ്യൂട്ടേഴ്സിനെയാണ് സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് പറയുന്നത് തേർഡ് ജനറേഷൻ ആണ്. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ 1964 to 1971 വരെയുള്ള കാലഘട്ടം. 1971 മുതൽ പ്രസന്റ് കാലഘട്ടം, അതായത് ഇപ്പോഴത്തെ ജനറേഷന് തൊട്ട് മുൻപുള്ള കാലഘട്ടം വരെയുള്ള കമ്പ്യൂട്ടേഴ്സിനെയാണ് ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ജനറേഷൻ ആണ് ഫിഫ്ത് ജനറേഷൻ. ഫിഫ്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അതായത് ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെയാണോ ആ കമ്പ്യൂട്ടേഴ്സിനെയാണ് ഫിഫ്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 5 ജനറേഷൻസിനാണ് കമ്പ്യൂട്ടേഴ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ, ലാസ്റ്റ് വൺ ഫിഫ്ത് ജനറേഷൻസ്. Generation of computers. The development of computer is divided into various generations. Each generation of computer is characterized by a major technological development that fundamentally changed the way computers were built. The 5 generation of computer is first generation of computers, second generation computers, third generation computers, fourth generation computers, and last one fifth generation of computers. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് 1940 to 1956 വരെയുള്ള കാലഘട്ടത്തെ കമ്പ്യൂട്ടേഴ്സിനെയാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത് വാക്യൂം ട്യൂബ്സ് ആണ്. വാക്യൂം ട്യൂബ്സ് ആണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വാക്യൂം ട്യൂബ്സിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള, അത് ഗ്ലാസ് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു കണ്ടെയ്നറാണ് വാക്യൂം ട്യൂബ്സ് എന്ന് പറയുന്നത്. ഈ വാക്യൂം ട്യൂബ്സിനകത്ത് വാക്യൂം എന്നുള്ളൊരു ഡിവൈസസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാക്യൂം എന്നൊരു ഡിവൈസസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വാക്യൂം വഴി ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യിച്ചാണ് വാക്യൂം ട്യൂബ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. A vacuum tube is a device controlling electric current through a vacuum in a cylindrical shaped container. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ലാർജ് സൈസായിരുന്നു. ഒരു എൻറ്റയർ റൂമിൽ ഉൾക്കൊള്ളാവുന്ന അത്രയും ലാർജ് സൈസായിരുന്നു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന്. അതുകൊണ്ട് തന്നെ ഇതിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ്സ്, അതുപോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആവശ്യമായിരുന്നു. കൂടാതെ ലാർജ് സൈസാണെന്ന് പറഞ്ഞു അല്ലേ, അതുകൊണ്ട് തന്നെ മെഷീൻസിനെ ഓപ്പറേറ്റ് ചെയ്യാനും ബിൽഡ് ചെയ്യാനും ഹൈലി എക്സ്പെൻസീവ് ആയിരുന്നു. പഞ്ചർ കാർഡ്സും പഞ്ചർ ടേപ്സാണ് ഇൻപുട്ടായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഔട്ട്പുട്ട് ഓട്ടോമാറ്റിക്കലി പ്രിൻ്റഡ് ലഭിച്ചിരുന്നു. ഡേറ്റാസിന് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെമ്മറി ആയിട്ട് യൂസ് ചെയ്തിരുന്നത് മാഗ്നറ്റിക് ഡ്രംസ് ആണ്. ഫസ്റ്റ് ജനറേഷൻസിൽ യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്. അതായത് 0-1 ബൈനറി ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പ്രോഗ്രാംസുകൾ.
അതായിരുന്നു മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. 0-1 ബൈനറി ഡിജിറ്റ്സ് യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. യൂണിവാക്ക്, എഡ്വാക്ക് ആൻഡ് എനിയാക്ക് എന്നിവയാണ് ഫസ്റ്റ് ജനറേഷൻ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് യൂണിവാക്ക്, എഡ്വാക്ക് ആൻഡ് എനിയാക്ക്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത് ട്രാൻസിസ്റ്റർ ആണ്. വേക്യൂം ട്യൂബ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് ട്രാൻസിസ്റ്റർ ആണ് സെക്കൻഡ് ജനറേഷൻസിൽ യൂസ് ചെയ്തിരുന്നത്. ഫസ്റ്റ് ജനറേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ജനറേഷൻസിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഫസ്റ്റ് ജനറേഷനേക്കാൾ സൈസ് കുറവായിരുന്നു. സെക്കൻഡ് ജനറേഷനിൽ. അതുകൊണ്ട് തന്നെ ലെസ് ഇലക്ട്രിസിറ്റി മാത്രമാണ് ആവശ്യമായിട്ട് വന്നുള്ളൂ. കൂടാതെ മാനുഫാക്ചറിങ് കോസ്റ്റ് കുറഞ്ഞതുകൊണ്ട് തന്നെ ലെസ് എക്സ്പെൻസീവ് ആയിരുന്നു സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഡേറ്റാസിനെ സ്റ്റോർ ചെയ്തിട്ട് മാഗ്നറ്റിക് കോർസുകളാണ് യൂസ് ചെയ്യുന്നത്. മാഗ്നറ്റിക് കോർ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്തിരുന്നു. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അതായത് മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും യൂസ് ചെയ്യുന്നു. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു 0-1 ബൈനറി ഡിജിറ്റ്സ് യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസ്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ന്യൂമോണിക്സ് കോഡ്സുകൾ യൂസ് ചെയ്യുന്നതാണ്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ന്യൂമോണിക് കോഡ്സുകൾ യൂസ് ചെയ്തിട്ട് റൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസുകൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിബ്ജിയോർ എന്ന് പറയുന്നു. വിബ്ജിയോർ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പറയുമ്പോൾ എങ്ങനെ പറയാം? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നീ കോഡ്സുകൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് അസംബ്ലി ലാംഗ്വേജസ് എന്ന് പറയുന്നത്. കോബോൾ, ഫോർട്രൻ എന്നീ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസുകളാണ് സെക്കൻഡ് ജനറേഷൻസിൽ യൂസ് ചെയ്യുന്നത്. കോബോളും ഫോർട്രൻ എന്നുള്ള ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് സെക്കൻഡ് ജനറേഷൻസിൽ യൂസ് ചെയ്തത്. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അഥവാ IC ചിപ്പ് എന്ന് പറയും. ട്രാൻസിസ്റ്റർ, റെസിസ്റ്റർ, കപ്പാസിറ്റർ എന്നീ ഡിവൈസസുകളെല്ലാം ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിൽ ഇൻ്റർകണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡിവൈസസ് ആണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് ജനറേഷനേക്കാൾ ഒരു ബെറ്റർ കമ്പ്യൂട്ടറാണ് തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത്. അതായത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് സാധിച്ചു. ഓരോ ജനറേഷൻസ് കഴിയുന്തോറും കമ്പ്യൂട്ടേഴ്സിൻ്റെ സൈസ് കുറഞ്ഞു വന്നു. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലും സെക്കൻഡ് ജനറേഷനേക്കാളും സൈസ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ഇനി ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ടുള്ള കീബോർഡ്, മോണിറ്റർ എന്നിവ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കീബോർഡും മോണിറ്ററും ഇൻട്രൊഡ്യൂസ് ചെയ്തതും തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലാണ്. പിന്നെ പറയുന്നത് ഡിഫറെൻറ്റ് പ്രോഗ്രാംസിൽ അറ്റ് എ ടൈമിൽ ചെയ്യാനായിട്ട് കഴിഞ്ഞു. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഡിഫറെൻറ്റ് പ്രോഗ്രാംസുകൾ, അതായത് വ്യത്യസ്ത പ്രോഗ്രാംസുകൾ ഒരേ സമയം പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിച്ചു. ഇതിൽ യൂസ് ചെയ്ത ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലും യൂസ് ചെയ്തിരുന്നത്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻസിന് തൊട്ട് മുമ്പെയുള്ള കാലഘട്ടത്താണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. മൈക്രോ പ്രോസസ്സർ ആയിരുന്നു ഈ കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ കമ്പ്യൂട്ടേഴ്സിനെ മൈക്രോ കമ്പ്യൂട്ടർ എന്നും വിളിച്ചിരുന്നു. നമുക്കറിയാം ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു ഡിവൈസസ് ട്രാൻസിസ്റ്റർ, റെസിസ്റ്റർ, കപ്പാസിറ്റർ എന്നിവയുടെ ഒരു ഇൻ്റർ കണക്ഷൻ ആണെന്ന്. അങ്ങനെ തൗസൻഡ്സ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സുകൾ ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിൽ ഫോം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡിവൈസാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. തൗസൻഡ്സ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൻ്റെ ഒരു ഇൻ്റർ കണക്ഷനാണ്. മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഡേറ്റ പ്രോസസ്സിംഗ് കപ്പാസിറ്റി മറ്റുള്ള ജനറേഷൻസിലുള്ള കമ്പ്യൂട്ടേഴ്സിനെ അപേക്ഷിച്ച് ഫോർത്ത് ജനറേഷൻസിൽ കൂടുതലായിരുന്നു. ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് ഫോർത്ത് ജനറേഷൻസിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻ്റർനെറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതും ഫോർത്ത് ജനറേഷൻസ് ആണ്. ഇൻ്റർനെറ്റ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഫോർത്ത് ജനറേഷൻസ് ആണ്.
അതുകൊണ്ട് തന്നെ പിന്നീട് പീപ്പിൾസ് പേഴ്സണൽ യൂസസിന് വേണ്ടി കമ്പ്യൂട്ടേഴ്സ് വാങ്ങാനും തുടങ്ങി. പേഴ്സണൽ യൂസസിന് വേണ്ടി പീപ്പിൾസ് കമ്പ്യൂട്ടേഴ്സ്, 4th ജനറേഷനിലെ കമ്പ്യൂട്ടേഴ്സുകൾ യൂസ് ചെയ്യുകയും ചെയ്തു തുടങ്ങി. ലാസ്റ്റ് ജനറേഷനാണ് 5th ജനറേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് ജനറേഷൻസ്, ഇപ്പോഴത്തെ കാലത്തെ ജനറേഷൻസിലെ കമ്പ്യൂട്ടേഴ്സാണ് 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആർ ബേസ്ഡ് ഓൺ ദി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബേസിസിലുള്ള കമ്പ്യൂട്ടേഴ്സാണ് 5th ജനറേഷൻ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ഇൻ്റലിജൻറ്റ് ബിഹേവിയർ, ലേണിംഗ് ആൻഡ് അഡാപ്റ്റേഷൻ ഇൻ മെഷീൻസ്. നമുക്കറിയാം പ്രസൻറ്റ് ജനറേഷൻസിൽ കമ്പ്യൂട്ടേഴ്സിന് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഫേസ് റെക്കഗ്നിഷൻ, സ്പീച്ച് റെക്കഗ്നിഷൻ എന്നിവയെല്ലാം സാധിക്കുന്നുണ്ട്. ഇനി എന്താണ് ഫേസ് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്? ഒരു വ്യക്തിയുടെ വോയിസും അതുപോലെ തന്നെ ഫേസും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ 4th ജനറേഷൻസിലാണ് ഇൻ്റർനെറ്റ് ഡെവലപ്പായി വന്നതെന്ന് പറഞ്ഞു അല്ലേ. 4th ജനറേഷൻസിലാണ് ഇൻ്റർനെറ്റ് ഡെവലപ്പായി വന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ വളരെയധികം എളുപ്പമായി വന്നു അല്ലേ. വീഡിയോ കോൾ ചെയ്യാം, വോയിസ് കോൾ ചെയ്യാം. 2 വ്യത്യസ്ത പ്ലേസിൽ നിന്ന് തന്നെ 2 വ്യക്തികൾക്ക് എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലേ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിട്ട് വന്നു. 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. എല്ലാ ഹൈ ലെവൽ ലാംഗ്വേജസുകളും 5th ജനറേഷൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ ലാംഗ്വേജസുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനും 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് സാധിച്ചു. 5th ജനറേഷൻസിൽ യൂസ് ചെയ്യുന്ന മെയിൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ലിസ്പും അതുപോലെ തന്നെ പ്രോലോഗും. പ്രോലോഗ് എന്ന് പറയുന്നത് ലോജിക് പ്രോഗ്രാമിംഗ് എന്നാണ്. പ്രോലോഗ് എന്ന് പറയുന്നത് ലോജിക് പ്രോഗ്രാമിംഗ് എന്നാണ്. ലിസ്പ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്സുകൾ ഡെവലപ്പ് ആയി കൊണ്ടുവന്നൊരു ലാംഗ്വേജസ് ആണ് ലിസ്പ് എന്ന് പറയുന്നത്. ലൊക്കേറ്റർ, ഐഡൻറ്റിഫയർ, സെപ്പറേഷൻ പ്രോട്ടോകോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ലൊക്കേഷനും അതിൻ്റെ ഐഡൻറ്റിറ്റിയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു ലാംഗ്വേജസ് കൊണ്ട് ഹെൽപ്ഫുള്ളായി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 5 ജനറേഷൻസിനെ കുറിച്ചാണ്. ഓരോ ജനറേഷൻസ് കഴിയുന്തോറും ടെക്നോളജിക്കലി ഡെവലപ്മെൻറ്റ് ആയാണ് വരുന്നത്. ഫസ്റ്റ് ജനറേഷൻസിൽ നമ്മൾ യൂസ് ചെയ്തത് വാക്യൂം ട്യൂബ്സ് മുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ ടെക്നോളജിക്കലി ഡെവലപ്മെൻ്റ് ആയി വന്നു. ഓരോ കാലഘട്ടം കഴിയുന്തോറും കമ്പ്യൂട്ടേഴ്സിൻ്റെ സൈസ് കുറഞ്ഞു വന്നു. ഒരു എൻറ്റയർ റൂമിൽ നിന്നും നമ്മുടെ കയ്യിൽ ഉൾക്കൊള്ളാവുന്ന അത്രയും സൈസിലേക്ക് കുറഞ്ഞു വന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റും കുറഞ്ഞു, ഇലക്ട്രിസിറ്റി കുറഞ്ഞു. നമുക്ക് ലെസ് എക്സ്പെൻസീവായിട്ട് കമ്പ്യൂട്ടേഴ്സുകൾ അവൈലബിൾ ആയി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്